പി ശ്യാംരാജ്, അതിവേഗ പാതയിൽ 3 പ്രൊജക്ടുകൾ ഉണ്ട് കേന്ദ്രത്തിന്റെ മുന്നിൽ എന്നുള്ളത് മുൻപ് കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ പറഞ്ഞിരുന്നു. ഇപ്പോൾ നോക്കൂ, UDFന്റെ പ്രകടന പത്രികയിലും ഹൈസ്പീഡ് റെയിൽ അവർ പ്രധാന വാഗ്ദാനമായി പറയുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ നമ്മുടെ മുന്നിലുണ്ടായിരുന്ന സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട് ഒരുപാട് അവ്യക്തതകൾ ഉണ്ടായിരുന്നു. കേന്ദ്രത്തിന്റെ അനുമതിയിലടക്കം കേരളം പലപ്പോഴും ഒരു കാര്യം പറയുന്നു, BJPയുമായി ബന്ധപ്പെട്ട നേതാക്കൾ മറ്റൊരു കാര്യം പറയുന്നു. ആ നിലയിലായിരുന്നു അത് തുടർന്നു പോരുന്നത്. എന്തായാലും അവസാനം അത് ഉണ്ടാകുന്നില്ല, അത് അവസാനിക്കുന്നുണ്ട്. പകരം RRTS എന്ന് പറയുന്ന ഒരു പുതിയ മാതൃക കൂടി വെച്ചിട്ടാണ് ആ സർക്കാർ ഇറങ്ങുന്നത്. ഇനി എന്തായാലും അതുമായി ബന്ധപ്പെട്ട നടപടികൾ ഉണ്ടാകുമോ എന്നതിലും സംശയമാണ്. എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് BJPയുടെ നിലപാട് ശ്യാംരാജ്? പുതുതായി വന്ന സർക്കാരും ഹൈസ്പീഡ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അവരുടെ പ്രകടന പത്രികയിൽ. നോക്കൂ അസിത, ഇവിടെ നമുക്ക് കേരളത്തിൽ വേഗത്തിൽ സഞ്ചരിക്കണം എന്നുള്ളതും അതിവേഗ പാതകൾ വേണം എന്നുള്ളതും നമുക്ക് നിർബന്ധം തന്നെയാണ്, അതിനകത്ത് യാതൊരു സംശയമില്ല. പക്ഷെ അത് കൊണ്ടുവരുമ്പോൾ എങ്ങനെ കൊണ്ടുവരും എന്നുള്ളതാണ് ഇതിനകത്തെ പ്രശ്നം എന്ന് പറയും. നോക്കൂ, ഇവിടെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ കാലങ്ങളായി, പതിറ്റാണ്ടുകളായി വികസന വിരോധികൾ എന്നുള്ള ഒരു പേര് കേട്ട് മടുത്തപ്പോൾ ആ പേര് മായ്ക്കാൻ വേണ്ടിയിട്ട് അവർ വേണ്ട രീതിയിലുള്ള പഠനമോ വേണ്ട രീതിയിലുള്ള ഗ്രാഹ്യം അവർക്ക് പോലും ഇല്ലാതെ കൊണ്ടുവന്ന ഒരു പദ്ധതിയായിട്ടാണ് ഈ കേരളിനെ കുറിച്ചിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. നോക്കൂ, ഈ കേരള പദ്ധതിയെ കുറിച്ചിട്ട് അവരുടെ നേതാക്കന്മാർ, ഇപ്പം നമ്മൾ വളരെയധികം ട്രോളുകളൊക്കെ ചെയ്തിട്ട് ശ്രീ MV ഗോവിന്ദന്റെ മറ്റേ കൂറ്റനാട് നിന്ന് അപ്പം കൊച്ചിയിലേക്ക് കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞൊരു പ്രസ്താവന നിങ്ങൾ കണ്ടു നോക്കൂ. കാരണം അവരുടെ സംസ്ഥാന സെക്രട്ടറിക്ക് പോലും സീരിയസ് ആയിട്ട് ഇത് എന്താണ് ഈ പ്രൊജക്റ്റ് എന്നോ ഈ പ്രൊജക്റ്റ് കൊണ്ട് നമ്മുടെ നാടിനുണ്ടാകുന്ന ഗുണം എന്തെന്നോ വിവരിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അവിടെയാണ് പ്രശ്നം എന്ന് പറയുന്നത്. നമ്മൾ നോക്കുക, ഇന്ത്യയിലെ ഏറ്റവും ഡെൻസിറ്റി കൂടിയ, ജനസാന്ദ്രത കൂടിയ സംസ്ഥാനമാണ് കേരളത്തിലേത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ഒരുപാട് ചോദ്യങ്ങൾ വരുമ്പോഴത്തേക്ക് ആ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മുൻ സർക്കാരിന് കഴിഞ്ഞിരുന്നോ? ഒരിക്കലും കഴിഞ്ഞിരുന്നില്ല. നമ്മുടെ ജനസംഖ്യാപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വലിപ്പക്കുറവ്, നമ്മുടെ ഒരു വലിപ്പത്തിൽ കുറഞ്ഞ ഒരു സംസ്ഥാനമാണ്. ആ വലിപ്പക്കുറവ് അനുസരിച്ചിട്ട് നമ്മുടെ ഭൂമിയെ 2 വശങ്ങളായിട്ട് ഭാഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഇനി ഈ പ്രളയ സാധ്യതകളൊക്കെ കൂടുതലുള്ള ഒരു സ്ഥലത്ത് ബാങ്ക്മെന്റ് പോലുള്ള സംവിധാനങ്ങൾ വരുമ്പോൾ ഉണ്ടാകുന്ന വലിയ വലിയ മതിലുകൾ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഇതിനെക്കുറിച്ചൊന്നും യാതൊരു പഠനങ്ങളും നടത്തിയിരുന്നില്ല എന്നേ. അപ്പോൾ അങ്ങനെ തട്ടിക്കൂട്ടി കൊണ്ടുവന്ന ജനങ്ങളെ, ഞങ്ങളെ വിടൂ, പ്രതിപക്ഷ BJPനെ വിടൂ, ജനങ്ങളെ, കേരളത്തിലെ സാധാരണ ജനങ്ങളെ പോലും ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റാത്ത ഒരു പ്രൊജക്റ്റ് ആയിരുന്നത് കൊണ്ടിട്ടാണ് ഇവിടെ ജനങ്ങൾ അതിനെ എതിർത്തിട്ടുള്ളത്. ഇവിടെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി അദ്ദേഹം ബുള്ളറ്റ് ട്രെയിനെ കുറിച്ചിട്ടൊക്കെ, രാജ്യത്തിന്റെ മറ്റിടങ്ങളിലേക്കുള്ള ബുള്ളറ്റ് ട്രെയിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇന്നലെ മിനിയാന്നൊക്കെ അതിനെക്കുറിച്ചിട്ടൊക്കെ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. അഹമ്മദാബാദ് മുംബൈ തമ്മിൽ കണക്ട് ചെയ്യുന്ന ബുള്ളറ്റ് ട്രെയിൻ ഏകദേശം 2 മണിക്കൂറോളം സമയമെടുത്തിട്ട് നമുക്ക് അവിടെ ആ യാത്ര നമുക്ക് തീർക്കാൻ വേണ്ടി സാധിക്കും. നോക്കൂ, അവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും ഡെൻസിറ്റി കുറഞ്ഞ 2 സംസ്ഥാനങ്ങളാണ്. ഒന്ന്, അതിവേഗ റെയിൽ വേണം എന്നുള്ളത് കൊണ്ട് തന്നെ അത് സിൽവർ ലൈൻ വേണമെന്ന നിർബന്ധം ഉണ്ടായിരുന്നില്ലല്ലോ. പിന്നീട് കേന്ദ്രം നിർദ്ദേശിക്കുന്ന പ്രകാരം സംസ്ഥാനത്തിന്റെ കൂടി പറ്റുന്ന നിലയിൽ അവിടെയാണല്ലോ മെട്രോമാൻ E ശ്രീധരന്റെ ഒരു പദ്ധതിയൊക്കെ വന്നത്. അതാണെങ്കിൽ അത് എന്നുള്ളത് പോലും പറഞ്ഞിരുന്നു അന്നത്തെ സംസ്ഥാന സർക്കാർ. അപ്പോൾ അങ്ങനെ കേന്ദ്രത്തിന്റെ കൂടി അനുമതിയോടുകൂടി നമുക്ക് ഏറ്റവും അനുയോജ്യമായ നിലയിൽ അത് എങ്ങനെ നടപ്പിലാക്കാൻ വേണമെങ്കിലും അവർ തയ്യാറായിരുന്നു. അപ്പോൾ എന്താണ് അവിടെ ഒരു ഇടപെടൽ ഉണ്ടാകാതിരുന്നത് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന്? അതാണ് ചോദ്യം. ആര് പറഞ്ഞു? നോക്കൂ, നമ്മുടേതുപോലെ ഒരു രാജ്യത്ത് ഒരു കേന്ദ്ര സർക്കാരിന് അങ്ങോട്ട് വന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്തു എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഫെഡറലിസത്തെ ബാധിക്കുന്ന അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ പറഞ്ഞതായിരുന്നു. അതിലെങ്ങനെയായിരുന്നു കേന്ദ്രത്തിന്റെ നിലപാട്? കേന്ദ്രത്തിന്റെ പഠനം എങ്ങനെയാണ് അതിൽ നടന്നത്? അതൊന്ന് പറയുമോ? അല്ല, ഞാൻ പറയട്ടെ. ശ്രീ ശ്രീധരന്റെ ഒരു റിപ്പോർട്ട് കൊടുത്ത് 70% വരുന്ന എലിവേറ്റർ ട്രാക്ക് ആയിട്ടുള്ള ഒരു 25% അണ്ടർഗ്രൗണ്ടിലൂടെ ട്രാക്ക് കൊണ്ടുവരുന്ന ഒരു പ്രപ്പോസൽ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ടെന്ന്. ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിന് സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ എന്താണ്? അല്ല ശ്യാം, ഞാൻ ചോദിക്കുന്നത് അതല്ല. സംസ്ഥാന സർക്കാർ സിൽവർ ലൈനുമായി ബന്ധപ്പെട്ടാണ് മുന്നോട്ട് പോകുന്നത്. ശ്യാം, ഞാൻ തർക്കിക്കാനല്ലോ, എന്റെ ചോദ്യം ക്ലിയർ ആണ്. അതിൽ അറിയാനുള്ള ആഗ്രഹം കൊണ്ടുകൂടിയാണ് ഒരു കേരളത്തിലെ ഒരു പൗര എന്നുള്ള നിലയിൽ. പിന്നീട് ഇപ്പോൾ E ശ്രീധരന്റെ അടക്കം പ്രൊജക്റ്റിൽ ഏതായാലും കേരളത്തിന് അനുഗുണമായത് നടപ്പിലാക്കാമെന്ന് സംസ്ഥാന സർക്കാർ പറഞ്ഞിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 3 പ്രൊജക്ടുകൾ മുന്നിലുണ്ട് എന്ന് പാർലമെന്റിൽ തന്നെ സമ്മതിച്ച കേന്ദ്ര സർക്കാർ ആ 3 പ്രൊജക്ടിന്മേലും നടത്തിയ പഠനം നടത്തിയാലാണല്ലോ ഏതാണ് നമുക്ക് ഗുണമായതെന്ന് മനസ്സിലാക്കുകയുള്ളൂ. അപ്പോൾ അതിൽ നടത്തിയ പഠനം എന്തായിരുന്നു? അതിൽ സ്വീകരിച്ച ആക്ഷൻ എന്തായിരുന്നു? അല്ല, അതിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇതിനകത്ത് പ്രശ്നം എന്താ അറിയോ? അതായത് കേന്ദ്ര സർക്കാരിന് എന്താണ് ചെയ്യാൻ വേണ്ടി വരുന്നത്? ഈ കൊണ്ടുവരുന്ന പ്രൊജക്റ്റുകളെ കുറിച്ചിട്ട് പഠിക്കാം, പഠനം നടത്താം. ഇതിനകത്ത് നിങ്ങൾക്ക് ഈ പ്രൊജക്റ്റ് വേണമെങ്കിൽ ചെയ്യാം എന്നുള്ള കാര്യം വരാം. പക്ഷെ അതിന്റെ ഇനിഷ്യേറ്റീവ് എവിടെ നിന്നാണ് വരേണ്ടത്? ഞാൻ മനസ്സിലാക്കിയിടത്തോളം സംസ്ഥാന സർക്കാർ ഒരിക്കലും ഒരു കേന്ദ്ര സർക്കാരിന് നിങ്ങൾ ഈ പ്രൊജക്റ്റ് ചെയ്തോ, ഇത് വാക്കാൽ പറഞ്ഞിട്ടുണ്ടാവും.
നിങ്ങൾ മാധ്യമങ്ങളോട് ഞങ്ങൾ ഏത് വേണമെങ്കിലും അംഗീകരിക്കാം. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ PM ശ്രീ പോലുള്ള പദ്ധതികൾ പോലും അംഗീകരിക്കാത്ത കമ്മ്യൂണിസ്റ്റ് സർക്കാർ, കേന്ദ്ര സർക്കാർ ദാ നിങ്ങൾ ഈ പ്രൊജക്ട് കൊണ്ടുവന്നോളൂ എന്ന് പറഞ്ഞ ഉടനെ അവർ സമ്മതിക്കൂ? അവർ സമ്മതിക്കില്ല. അതാണ് പ്രശ്നം അസിത. 3 മുന്നിലുണ്ട് എന്ന് പറഞ്ഞ കേന്ദ്ര സർക്കാർ ആ 3 എന്ത് ആക്ഷൻ എടുത്തു, എന്ത് ആക്ട് ചെയ്തു? കേന്ദ്രത്തിന്റെ ആക്ട് എന്തായിരുന്നു? അതൊന്ന് പറയുമോ? അത് മാത്രമാണ് ഇതിൽ. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ശ്രീ ശ്രീധരന്റെ പ്രപ്പോസൽ കൊണ്ടുവന്നു, അത് കേന്ദ്ര സർക്കാർ കേട്ടു. ശ്രീ അശ്വിനി വൈഷ്ണവ് അതിനെ വളരെ അനുഭവപൂർവ്വമല്ല പരിഗണിച്ചിട്ടുള്ളത്. അത് വേണമെങ്കിൽ നടപ്പിലാക്കാമെന്ന് പറയുകയും ചെയ്തു. പക്ഷെ അതിന്റെയും പിന്തുണ എവിടെ നിന്നാണ് വേണ്ടത്? ഈ ശ്രീധരന്റെ ഒക്കെ എത്ര വേണമെങ്കിലും അദ്ദേഹത്തിന്റെ ബൈറ്റ് അദ്ദേഹം ആ റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം നിങ്ങളടക്കമുള്ള മാധ്യമങ്ങളോട് സംസാരിച്ചല്ലേ? അതാണ് ഈ കേരളയിൽ നിന്ന് വിരുദ്ധമായിട്ട് 70% വരുന്ന എലവേറ്റഡ് ട്രാക്കും ബാക്കി 25% വരുന്ന അണ്ടർഗ്രൗണ്ട് ട്രാക്കും വെറും 5% മാത്രം ജനങ്ങളെ ബാധിക്കുന്ന രീതിയിൽ. അതിനകത്ത് അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു, നമ്മൾ ഈ ട്രാക്ക് ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് സ്ഥലം ഏറ്റെടുക്കുമ്പോൾ ഇത് നമുക്ക് ആകെ വരുന്നത് അതായത് ഈ റെയിൽവേ പില്ലറിന് വേണ്ടിയിട്ടുള്ള മാത്രമുള്ള സ്ഥലമാണ് വരിക. അങ്ങനെ വരുമ്പോൾ ഏറ്റെടുത്ത സ്ഥലങ്ങൾക്ക് വലിയ ബഹുനില കെട്ടിടങ്ങളോ വലിയ മരങ്ങളോ ഒന്നുമല്ലാതെ ചെറിയ കൃഷി ചെയ്യുവാൻ വേണ്ടിയിട്ട് ആ ആളുകൾക്ക്, അതായത് ഉടമസ്ഥർക്ക് തന്നെ വേണമെങ്കിൽ തിരിച്ചു കൊടുക്കാം എന്നുള്ള പ്രപ്പോസൽ വരെ ഈ ശ്രീധരൻ കൊണ്ടുവന്നു. പക്ഷെ ഇതൊക്കെ ഇനിഷ്യേറ്റീവ് എടുക്കേണ്ട ആരാണ് അസിത? നമ്മുടെ പോലെ രാജ്യത്ത് ഈ പ്രൊജക്ട് മതി, അല്ലെങ്കിൽ ഈ പ്രൊജക്റ്റിന് ഞങ്ങൾ തയ്യാറാണ് എന്ന് സംസ്ഥാന സർക്കാർ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അവിടെ അതാണ് ഞാൻ PM ശ്രീയുമായിട്ട് ബന്ധിപ്പിച്ച് ഞാൻ പറയുന്നത്. അവിടെ ഇവരുടെ ഈഗോ വർക്ക് ചെയ്യും, അവിടെ ഇവരുടെ പൊളിറ്റിക്സ് വർക്ക് ചെയ്യും. അവിടെ ഇവർ പറയും ദാ കേന്ദ്ര സർക്കാർ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നേ എന്ന് പറയും, ദാ ഫെഡറലിസത്തെ ബാധിപ്പിക്കുന്നേ എന്ന് പറയുന്നത്. അവിടെയാണ് പ്രശ്നം. കേന്ദ്ര സർക്കാരിന് ഇക്കാര്യത്തിൽ തുറന്ന സമീപനമാണ്. നമ്മുടെ നാടിന്റെ അതല്ല ഞാൻ പറഞ്ഞു, ബുള്ളറ്റ് ട്രെയിൻ കാര്യം ഞാൻ പറഞ്ഞല്ലോ. നമ്മുടെ നാടിനെ പുരോഗതിയിലേക്ക് നയിക്കുന്ന, നമ്മുടെ ജനതയ്ക്ക്, നമ്മുടെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിലുള്ള, നമ്മുടെ സാമ്പത്തിക രംഗത്തെ വലിയ രീതിയിൽ ബാധിക്കാത്ത ഏതൊരു പ്രപ്പോസലും ഏതൊരു വികസനത്തിനും പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുടെ BJP സർക്കാർ തയ്യാർ തന്നെയാണ്. ഒരു ഉദാഹരണം ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.